സർനസ് ഉണ്ണിത്താൻ, ഇവിടെ മറ്റ് പ്രതിനിധികൾ പറഞ്ഞതിൽ ഒക്കെ വ്യക്തമാണ്, സംശയങ്ങൾ നിരവധിയുണ്ട്. 10 വർഷം ഇവിടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ചോദിച്ച 10 വർഷം എന്നിട്ട് ആരും സർവേക്ക് വന്നില്ലല്ലോ. ആരും ഒരു ഡ്രോൺ പറത്തിയില്ല, ആരും ഈ നീക്കവുമായി മുന്നോട്ട് പോയില്ല. ഈ സർക്കാർ കയറി 6 മാസം തികയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായി ഒരു ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് വരുന്നതിന് മുമ്പ് തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സ്വകാര്യ വ്യക്തി വന്ന് ഈ പറഞ്ഞ ഭൂമിയിൽ ഡ്രോൺ പറത്തി സർവേ നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടാണോ? ഇത് സ്ഥലത്തെ MLA യും MP ഒക്കെ അറിഞ്ഞിട്ടാണ്. അതിനനുകൂലമായിട്ട് ആദ്യം MLA MP ഒക്കെ പ്രതികരിച്ചു. പിന്നീടാണിപ്പോൾ ഇത് കൈ പൊള്ളുമെന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ ആൻ്റണിയും അബിൻ വർക്കിയും അത് ആറന്മുളയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സർനസ് ഉണ്ണിത്താനും അതേ വർത്തമാനം പറയുന്നുണ്ട്. ഇത് കൈ പൊള്ളുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ വർത്തമാനം പറയുന്നത്. പക്ഷേ നിങ്ങളിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ പറയണം, ഏബ്രഹാം കലമണ്ണിനെ പോലെ ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ഇപ്പോൾ അദ്ദേഹം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്, ഇങ്ങനെ തർക്കമുള്ള ഒരു ഭൂമിയിൽ വന്ന് ഡ്രോൺ പറത്തിയ നടപടി ശരിയല്ല എന്ന് പറയാൻ തയ്യാറാവണം. അല്ലാതെ ആ ആൾ സർവേ നടത്തിയത് കൊണ്ട് സതീശൻ അത് പറഞ്ഞോ, മുഖ്യമന്ത്രി അത് പറഞ്ഞോ, MP അത് പറഞ്ഞോ, MLA അത് പറഞ്ഞോ എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ശ്രീ സരൺ നോക്കൂ വിനോദേ, ഇതിനകത്ത് ഇവിടെ സതീഷ് വസന്തും മറ്റ് സാമൂഹിക നിരീക്ഷകരും ഒക്കെ വളരെ വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്ത് UDF ഗവൺമെന്റ് എവിടെയെങ്കിലും ഏതെങ്കിലും പബ്ലിക് ഡൊമൈനിൽ ഏതെങ്കിലും രീതിയിൽ ആറന്മുള എയർപോർട്ട് വേണം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു പരാമർശം, അത് റവന്യൂ വകുപ്പ് ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരാമർശം കാണിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അബിൻ വർക്കി വിജയിച്ചു കഴിഞ്ഞ് പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വലിയ വാർത്തയാണ്. അല്ലല്ല, അത് നിങ്ങൾ കാണിക്കൂ. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ കഴിയുന്നില്ല. അടുത്ത ദിവസം ബഹുമാനപ്പെട്ട പറ്റി അല്ല, കേരളത്തിലെ സമൂഹത്തിന് ബഹുമാനപ്പെട്ട ആറന്മുളയുടെ MLA പറ്റി, അബിൻ വർക്കിയെ പറ്റി കേരളത്തിലെ സമൂഹത്തിന് ഒരു വിലയിരുത്തലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ടുള്ള സമര പോരാട്ടങ്ങൾ, അതുപോലെ കഴിഞ്ഞ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള സമര പോരാട്ടങ്ങൾ, അങ്ങനെയുള്ള സമര പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ വലിയ സമര പോരാട്ടങ്ങൾ നയിച്ച ഒരാളാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആറന്മുളയെ പറ്റിയുള്ള വികസന സ്വപ്നങ്ങളുണ്ട്. ഒരു MLA സംബന്ധിച്ച് വികസന സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉദ്യോഗങ്ങൾ കിട്ടണം, ആ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് ഉദ്യോഗങ്ങൾ കിട്ടണം, അവിടുത്തെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, ആ പ്രദേശത്ത് വലിയ വലിയ വികസന സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരണമെന്ന് ആ പ്രദേശവുമായി നിലനിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു MLA വികസന സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത്രയും മാത്രമാണ്. അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് വിനോദെ. അത് നിങ്ങൾ എത്ര വലിയ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പത്രസമ്മേളനങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ, അതായത് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് കൊടുക്കും, എന്ന് വെച്ചാൽ മുൻകരുതൽ കൊടുക്കും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആറന്മുള വിമാനത്താവളം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടോ, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ UDF സർക്കാരുമായി ബന്ധപ്പെട്ടോ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഇവിടെ അരുൺ മോഹൻ എന്ന് പറയുന്ന സാമൂഹ്യ നിരീക്ഷകൻ പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട UDF ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ഓഹരികൾ ഏതാണ്ട് കാണും. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്താണ് വ്യവസായ മേഖലയായ പ്രദേശത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതും കഴിഞ്ഞിൽ എന്ത് കാര്യമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവിടെ ചെയ്തത്? ഇവിടെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ വരെ, ഇൻ പ്രിൻസിപ്പൽ എന്താണ് ആറന്മുളയിൽ മാത്രം, ആറന്മുളയുടെ 4 പഞ്ചായത്തിൽ മാത്രമായിട്ട് എന്തിനായിരിക്കാം ആ പ്രഖ്യാപനം? അല്ല, ആറന്മുളയിൽ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അവിടെ വികസനം താങ്കൾ ഏത് ലോകത്താണ് താങ്കൾ? അവിടെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് ആറന്മുള പൈതൃക ഗ്രാമമാണ്. അവിടെ ആറന്മുള വള്ളസദ്യയും ആറന്മുള വള്ളപ്പാട്ടും ആറന്മുള വള്ളംകളിയും മന്നത്തെ പത്മനാഭന്റെ പേരിലുള്ള ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട ട്രോഫിയായി കിട്ടുന്ന പൈതൃക ഗ്രാമമാണ്. ആ പ്രദേശം വികസിക്കുന്നതിന് താങ്കൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവിടെ എയർപോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ ചർച്ച ചെയ്ത് പറഞ്ഞത്? അല്ലല്ല, ഞാൻ എയർപോർട്ട് വരുന്നത് താങ്കൾ പറഞ്ഞത് വസ്തുതാനിഷ്ഠമായ കാര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. ഒരു പ്രദേശത്തിന്റെ വക്താവായിട്ട്, അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ പ്രദേശം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രദേശമാണ് ആറന്മുള എന്ന് പറയുന്നത്. ഞാൻ അങ്ങ് ദൂരെ നിന്നും വരുന്ന ആളല്ലോ. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം വികസിക്കട്ടെ.
ആ പ്രദേശം ഇപ്പൊ അവിടെയുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് വേണമെന്നൊന്നും നമുക്ക് ധാരണയില്ല. അവിടെ എയർപോർട്ട് വരണമെന്നൊന്നും അല്ല. അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ല. നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നില്ലേ? ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്. താങ്കൾ വസ്തുതാനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ശരിയല്ലാത്തത്. എവിടെയാണ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ വരെ കൊടുത്തിട്ട് PSO ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ വരെ കൊടുത്തിരിക്കുകയാണ്. അവിടെ അപ്രൂവൽ കൊടുത്തത് അവരാണ്. ഇതിന് ഈ എബ്രഹാം കലമണ്ഡലുമായി ബന്ധപ്പെട്ട് താങ്കൾ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ BJP-ക്കാരെല്ലാം അതിന് അനുകൂലമായി, കുമ്മന രാജശേഖരൻ ഒഴിച്ച് ബാക്കിയുള്ള BJP-ക്കാരെല്ലാം അനുകൂലമാണെന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താ താങ്കൾ പരാമർശിക്കാത്തത്? എബ്രഹാം കലമണ്ണിലാണ് താങ്കൾ കൂടുതൽ പ്രാധാന്യം. ഞാൻ അദ്ദേഹത്തിന് വക്താവല്ല, അദ്ദേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് മൊത്തം ഒന്ന് കേൾക്കുന്നേ. അത് ഈ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരു ചർച്ചയെ വന്നിരുന്നിട്ട് വസ്തുതയില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കരുത്. അതാണ് അദ്ദേഹത്തിന് ആദ്യം പറയാനുള്ളത്. ഇവിടെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ വരെ കൊടുത്തത് LDF ഗവൺമെന്റ് ആണ്. ഇനി സമരത്തിലേക്ക് ഇറങ്ങുന്നത് അവരാണ്. ഇതുമായി ബന്ധപ്പെട്ട ആറുമൂലയിലല്ല പത്തനംതിട്ടയുടെ വികസനത്തിന് സാർ പറയുന്നത് കേൾക്കും, അസ്വസ്ഥനാവും. താങ്കൾ പറഞ്ഞപ്പോഴൊന്നും, താങ്കൾ പച്ചക്കള്ളം പടച്ചു വിട്ടപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണ്ട എന്ന് ആരും പറയുന്നില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഭൂമിയിൽ വിമാനത്താവളം സ്ഥാപിക്കാൻ നടത്തുന്ന സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിലാണ് സംശയം വരുന്നത്.